മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 89-ാമത്തെ ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 3ാമത്തെ ശ്ലോകം: ശകുനിജസ്സതു നാരദമേകദാ ത്വരിതദോഷമപൃച്ഛദധീശ്വരം സചതി ദേശഗിരീശമുപാസിതും നതു ഭവന്തമബന്ധുമസാധുഷു. ശകുനിയിൽ നിന്ന് ജനിച്ചതായിട്ടുള്ള വൃകാസുരൻ അവൻ ആ വൃകാസുരൻ്റെയാണ് കഥ പറയാൻ പോണതെന്ന് പറഞ്ഞല്ലോ. ആ വൃകാസുരൻ ശകുനിജൻ ആണ്. ശകുനിയിൽ നിന്ന് ജനിച്ചവൻ. ശകുനി എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാഭാരതത്തിൽ പറയണതായിട്ടുള്ള ശകുനിയല്ല, ഇവരുടെ കൗരവന്മാരുടെ അമ്മാമനായിട്ടുള്ള ശകുനിയല്ല, അതിന് മുമ്പുള്ളതായിട്ടൊരു ശകുനി. സതു നാരദം ഏകദ ഒരിക്കൽ നാരദം അപൃച്ഛത്, നാരദനോട് ചോദിച്ചു. എന്താണ്? ത്വരിതദോഷം അപൃച്ഛത് അധീശ്വരം. ത്വരിതദോഷം അധീശ്വരം, ത്വരിതദോഷനായിട്ടുള്ള വളരെ വേഗത്തിൽ സന്തോഷിക്കുന്നതായിട്ടുള്ള അധീശ്വരൻ ആരാണ്? അധീശ്വരന്മാർ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഇതൊരു 3 പേരാണ് അധീശ്വരന്മാർ. അപ്പോൾ അതിൽ ആരാണ് വേഗം സന്തോഷിക്കുക? തപസ് ചെയ്താൽ വേഗം പ്രത്യക്ഷപ്പെട്ട് വരം തരാൻ ആർക്കാ പറ്റുക? ആരാ അതുണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോൾ ത്വരിതദോഷം, വേഗത്തിൽ തോഷിക്കുന്നതായിട്ടുള്ള സന്തോഷിക്കുന്നതായിട്ടുള്ള അധീശ്വരൻ ആരാണ് എന്ന് നാരദനോട് ചോദിച്ചു. സചദിദേശ, അദ്ദേഹം പറഞ്ഞു കൊടുത്തു. എന്താണ്? ഗിരീശമുപാസിതും, ഗിരീശനെ ഉപാസിച്ചോളാൻ പറഞ്ഞു. പരമേശ്വരൻ വേഗം പ്രസാദിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഭഗവാനെ, പരമേശ്വരനെ പ്രസാദിപ്പിച്ചോളൂ, അതാണ് വേഗം വരം കിട്ടാൻ നല്ലത് എന്ന് പറഞ്ഞു. സചദിദേശ ഗിരീശം ഉപാസിതും നതു ഭവന്തം അബന്ധുമസാധുഷു. അങ്ങയെ പൂജിക്കാനല്ല പറഞ്ഞത്, മഹാവിഷ്ണുവിനെ പൂജിക്കാനല്ല പറഞ്ഞത്. എന്താ? അബന്ധും അസാധുഷു, അങ്ങ് അസാധുക്കളിൽ ബന്ധുവല്ല, ബന്ധുവല്ലാത്ത അങ്ങയെ പൂജിക്കാൻ പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ അസാധുവായിട്ടുള്ള ആൾക്കാർ, നല്ലവരല്ലാത്ത ആൾക്കാരോട് അങ്ങ് സന്തോഷിക്കില്ല എന്നുള്ളത് നിശ്ചയുണ്ട് നാരദന്. അപ്പം അതുകൊണ്ട് ആ ഭഗവാനെ, മഹാവിഷ്ണുവിനെ പൂജിക്കാനല്ല പറഞ്ഞത്, ഗിരീശനെ പൂജിക്കാനാണ് പറഞ്ഞത്. ഗിരീശനാണെങ്കിൽ വേഗം തപസ് ചെയ്യുമ്പോൾ വേഗം കരുണ തോന്നും. തപസ് ചെയ്താൽ വേഗം വരം കൊടുക്കും. അപ്പം അത് കാരണം ഗിരീശനെ തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു, ഉപാസിച്ചോളാൻ പറഞ്ഞു. അപ്പം എന്താണ് ഉണ്ടായത് പിന്നെ അധികം കഴിഞ്ഞിട്ട് തപസ്തത്വാഘോരം സകലു കുപിത സപ്തമദിനേ ശിരച്ഛിത്വാ സദ്യ പുരഹരമുപസ്ഥാപ്യ പുരത അതിക്ഷുദ്രം രൗദ്രം ശിരസി കരദാനേന നിധനം ജഗന്നാഥാത്മപുരേ ഭവതി വിമുഖാനാം കുശുഭധീഹി. തപസ് ചെയ്തു, വൃകാസുരൻ തപസ് ചെയ്തു. എങ്ങനെയാണ്? തപസ്തത്വാഘോരം, ഘോരമായിട്ടുള്ള തപസ് ചെയ്തു. തപഹ തപ്പുത്വ, ഘോരമായിട്ടുള്ള തപസ് ചെയ്തിട്ട് സഖലു കുപിത, ഘോരമായിട്ടുള്ള തപസ് ചെയ്തിട്ട് 6 ദിവസമേ തപസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എപ്പോഴേക്കും തന്നെ ദേഷ്യം വന്നു തുടങ്ങി. വേഗം തോഷിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വേഗം തോഷിക്കാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത്. 6 ദിവസം കഴിഞ്ഞിട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് കണ്ടപ്പോൾ ദേഷ്യം വന്നു. സഖലു കുപിത, കുപിതനായിട്ട് ആ അസുരൻ ശിരച്ഛിത്വ സപ്തമദിനെ, 7ാമത്തെ ദിവസമായപ്പോൾ ഇനി ഇന്നും സന്തോഷിച്ചില്ലെങ്കിൽ പറ്റില്ല, ഇന്നും വരം പേടിച്ചില്ലെങ്കിൽ പറ്റില്ല എന്ന് തീർച്ചയാക്കിയിട്ട് സപ്തമദിനെ, 7ാമത്തെ ദിവസം ശിരച്ഛിത്വ, തൻ്റെ ശിരസ് അങ്ങോട്ട് മുറിച്ചു. ആ തൻ്റെ ശിരസ് മുറിച്ചപ്പോൾ ഭഗവാന് വിഷമായി. അതായത് എന്നെ തപസ് ചെയ്തിട്ട്, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തപസ് ചെയ്തിട്ട് ഞാൻ സന്തോഷിച്ചില്ല എന്ന് കണ്ടിട്ട് പാവം തല വെട്ടിക്കളഞ്ഞിട്ടോ, അത് പറ്റില്ല എന്ന് തീർച്ചയാക്കി ഭഗവാൻ വേഗം പ്രത്യക്ഷപ്പെട്ടു. ആ തലയൊക്കെ യോജിപ്പിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വരം ചോദിച്ചു. വരം ചോദിച്ചപ്പോൾ എന്താണ് വരം ചോദിച്ചത്? ശിരച്ഛിത്വാ സദ്യ പുരഹരമുപസ്ഥാപ്യ പുരത. അങ്ങനെ സദ്യ, ഉടനെ തല വെട്ടി ആ സപ്തമദിനത്തിൽ. എന്നിട്ട് സദ്യ പുരഹരമുപസ്ഥാപ്യ പുരത, പെട്ടെന്ന് കഴിഞ്ഞു. ശിവൻ വരലെ പ്രത്യക്ഷമായി. പുരത, മുമ്പിൽ പുരഹരം ഉപസ്ഥാപ്യ, പുരഹരനെ വരുത്തിയിട്ട്
ഉപസ്ഥാപ്യ കൊണ്ടുവന്ന് നിർത്തി എന്നാണ് പറയണത്. അതായത് ഈ ശിരസ് വെട്ടിയതോടുകൂടി ഭഗവാന് ഇരിക്കപ്രതി ഇല്ലാണ്ടായി അവിടെ. ഭക്തൻ ശിരസ് വെട്ടണു തന്നേക്ക് വേണ്ടിയിട്ട്, തന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി അവിടെ ചെല്ലാണ്ട പറ്റില്ല തീർച്ചയാക്കിയിട്ട് ഭഗവാൻ വേഗം വന്നു എന്നാണ്. അത് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പം അതാണ് ഉപസ്ഥാപ്യ എന്ന് പറയണത്. വരുത്തിയിട്ട് അവിടെ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെടുത്തി എന്നാണ് പറയണത്. പുരഹരം ഉപസ്ഥാപ്യ പുരതഃ, മുമ്പിൽ ഭഗവാനെ വരുത്തിയിട്ട് വരം ചോദിച്ചു. എന്താണ് വരം? അതിക്ഷുദ്രം, വളരെ ക്ഷുദ്രമായിട്ടുള്ളതും രൗദ്രമായിട്ടുള്ളതും ആയിട്ടുള്ള ഒരു വരം. എന്തായിരുന്നു അത്? ശിരസി കരദാനേന നിധനം. ശിരസി കരദാനേന, ശിരസിൽ, തലയിൽ, കരദാനേന കൈ വച്ചാൽ അയാൾ മരിക്കണം. നിധനം മരണം. ശിരസി കരദാനേന, ശിരസിൽ കൈവയ്ക്കുമ്പോൾ ആരുടെ തലയിലാണോ വച്ചത് അവനങ്ങോട്ട് മരിക്കണം. നിധനം, അയാൾ മരിക്കട്ടെ എന്നങ്ങോട്ട്, അങ്ങനെയുള്ള ഒരു വരാണ്. ഞാൻ ആരുടെയെങ്കിലും തലയിൽ കൈ വെച്ചാൽ അയാൾ മരിക്കണം എന്നുള്ളതായിട്ടുള്ളൊരു വരം ഭഗവാനോട് ചോദിച്ചു എന്നാണ്. ശിരസി കരദാനേന നിധനം ജഗന്നാഥാത്വവ്രേ, ജഗന്നാഥനായിട്ടുള്ള പരമശിവനോട് ഇങ്ങനെ ഒരു വരമാണ് വവ്രേ. ഭവതി വിമുഖാനാം ക്വ സുഭധീഹി. എന്നിട്ട് കവി പറയാണ്, ഭവതി വിമുഖാനാം, അങ്ങയിൽ വിമുഖന്മാരായിട്ടുള്ളവർക്ക്. ഭവാൻ എന്നുള്ളതിൻ്റെ സപ്തമി ഏകവചനാണ് ഭവതി എന്നുള്ളത്. ഭവതി വിമുഖാനാം, അങ്ങയിൽ വിമുഖന്മാരായിട്ടുള്ളവർക്ക്. അതായത് അങ്ങയിൽ വിമുഖനായിട്ടാണല്ലോ ഭഗവാനെ പരമശിവനെ തപസ് ചെയ്തത്. അപ്പോൾ ഭവതി വിമുഖാനാം, അങ്ങയിൽ വിമുഖന്മാരായിട്ടുള്ളവർക്ക് ക്വ ശുഭധീഹി, ശുഭമായിട്ടുള്ള ബുദ്ധി, നല്ല ബുദ്ധി എങ്ങനെയുണ്ടാവുക? ഇവിടെ നല്ല ബുദ്ധി ഉണ്ടാകാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു വരം ചോദിച്ചത്. തലയിൽ തൊട്ടാൽ അയാൾ മരിക്കണം എന്നുള്ളതായിട്ടുള്ളൊരു വരം ചോദിച്ചത്. ആ ശുഭമായിട്ടുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണല്ലോ, നല്ല ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലേ എങ്ങനെയെന്ന് ചോദിച്ചത്. അങ്ങനെയല്ല ഭജിച്ചത്, അതുകൊണ്ട് പിന്നെ എങ്ങനെ അയാൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവുക എന്ന് കവി പറയുകയാണ്. തപസ്തത്വാ ഘോരം, ഘോരമായിട്ടുള്ള തപസ് ചെയ്തിട്ട് സഖലു കുപിത സപ്തമദിനത്തിൽ 7ാമത്തെ ദിവസത്തിൽ കോപിച്ച് ശിരച്ഛിത്വ, തൻ്റെ തല വെട്ടിയിട്ട് സദ്യ പുരഹരം ഉപസ്ഥാപ്യ പുരതഃ, സദ്യ ഉടൻ തന്നെ പുരഹരനെ, ത്രിപുരദാഹിയായിട്ടുള്ള ശിവനെ, പുരഹരം ത്രിപുരങ്ങളുടെ അന്തകനായിട്ടുള്ള ശിവനെ ഉപസ്ഥാപ്യ പുരതഃ ഉപസ്ഥാപ്യ, മുമ്പിൽ വരുത്തിയിട്ട് അതിക്ഷുദ്രം, അത്യധികം ക്ഷുദ്രവും രൗദ്രവുമായിട്ടുള്ള ഒരു വരം. എന്താണ്? ശിരസി കരദാനേന നിധനം, ശിരസിൽ കരദാനം കൊണ്ട്, കയ്യ് ശിരസിൽ വെച്ചാൽ മരിക്കുക എന്നുള്ളതായിട്ടുള്ള, മരണം എന്നുള്ളതായിട്ടുള്ള ഒരു വരം. ജഗന്നാഥാത് വവ്രേ, ജഗന്നാഥനിൽ നിന്ന് വവ്രേ വരിച്ചു. ഭവതി വിമുഖാനാം ക്വ ശുഭധീഹി, അങ്ങയിൽ വിമുഖന്മാരായിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ശുഭമായിട്ടുള്ള ഒരു ബുദ്ധി ഉണ്ടാവുന്നത് എന്ന് കവിയുടെ വാക്യാണ്. ശകുനിജസ്സതു നാരദമേകദാ ത്വരിതദോഷമപൃച്ഛദധീശ്വരം സചതി ദേശ ഗിരീശമുപാസിതും നതു ഭവന്തമബന്ധുമസാധുഷു. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ശകുനിജന്നതിശീഘ്രവരത്തിനായി സുരരിലാരെ ഭജിക്കണമെന്നതായി ശിവനെ എന്നു പറഞ്ഞഥ നാരദൻ, കുലടശത്രു ഭവാനെയതല്ല പോൽ. തപസ്തപ്ത്വാഘോരം സഖലു കുപിത സപ്തമദിനീ ശിരച്ഛിത്വാ സദ്യ പുരഹരമുപസ്ഥാപ്യ പുരത അതിക്ഷുദ്രം രൗദ്രം ശിരസി കരദാനേന നിധനം ജഗന്നാഥാത് വവ്രേ ഭവതി വിമുഖാനാം ക്വ ശുഭധീഹി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. തപം ചെയ്തു ഘോരം കുപിതനുടൻ 7ാം ദിനമതിൽ ശിരച്ഛേദം ചെയ്യാൻ തുരിയുമളവെത്തി ശിവനഹോ. വരം വാങ്ങി ദേവാൽ തല തൊടുകിലോ ചാകണമിതി കഠോരം ബീഭത്സം തവ വിമുഖബുദ്ധി ശരിവരാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഗോവിന്ദ ഗോവിന്ദ.